ലാസ്റ്റ് ഡെക്കേഡിൽ ഏറ്റവും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവാൻ റാക്കിറ്റിക്. വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിന്റെ ഷാഡോയിൽ പലപ്പോഴും മറഞ്ഞുപോയ ഒരു മിഡ്ഫീൽഡർ. ബട്ട് കൺട്രിക്കും ക്ലബിനും അവൻ നൽകിയ ഇമ്പാക്ട് വളരെ വലുതാണ്. ബേസൽ FC-യിൽ തന്റെ കരിയർ തുടങ്ങി. അവിടുന്ന് യങ് മാനുവൽ ന്യൂവറുടെയും മെസൂട്ട് ഒസിലിന്റെയും കൂടെയും ബുണ്ടസ് ലീഗയിൽ ഷാൽക്കയിൽ കളിച്ചു. ദെൻ 2011 സെവില്ലയ്ക്ക് വേണ്ടി സൈൻ ചെയ്തു. മൂവ്ഡ് ടു സ്പെയിൻ. അടുത്ത 4 സീസൺ അവൻ 149 അപ്പിയറൻസ് നടത്തി. ക്യാപ്റ്റനായി തന്റെ ടീമിനെ യൂറോപ്പ ലീഗ് ടൈറ്റിൽ നേടിക്കൊടുത്തു. അതിനുശേഷം ബാർസലോണ 22 മില്യണിന് അവരെ സൈൻ ചെയ്തു. തന്റെ 6 വർഷം ബാർസയിൽ നിന്ന് 13 ട്രോഫീസ് ജയിച്ചു. തന്റെ ഡെബ്യൂട്ട് സീസണിൽ തന്നെ ഒരു ട്രബിൾ ജയിച്ചു. 8 ഗോൾസും 10 അസിസ്റ്റും നൽകി. ആൻഡ് UCL ഫൈനലിൽ ഒരു ഗോൾ അടിച്ചു. സൂപ്പർ സ്റ്റാർ നിറഞ്ഞ ടീമിൽ പോലും ഇവാൻ റാക്കിറ്റിക് ഒരു ഇൻസ്ട്രുമെന്റൽ പ്ലെയർ ആയിരുന്നു. ഗ്രേറ്റ് ടെക്നിക്കും അൺബിലീവബിൾ വർക്ക് റേറ്റും കൊണ്ട് ടീമിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു മിഡ്ഫീൽഡർ. 6 വർഷശേഷം സെവില്ലയിലേക്ക് തിരിച്ചുപോയി ആൻഡ് സൂൺ ബിക്കം എ ക്ലബ് ലെജൻഡ്. 300-ലധികം അപ്പിയറൻസ് നടത്തി. യൂറോപ്പ ലീഗ് ടൈറ്റിൽ നേടി. ക്രൊയേഷ്യക്ക് വേണ്ടി 106 അപ്പിയറൻസ് നടത്തി. 2018 വേൾഡ് കപ്പിൽ ലൂക്ക മോഡ്രിക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ ഇവാൻ റാക്കിറ്റിക്കും ഒരു ക്രൂഷ്യൽ പ്ലെയർ ആയിരുന്നു. ഇവാൻ റാക്കിറ്റിക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക.